ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 4ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 168 പേജ് മുതലാണ് കേട്ടോ. പാഠം 10 അളന്നും തൂക്കിയും. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഭാരം എത്ര? 12.000 എന്നാൽ എത്ര ഭാരം? എത്ര ഭാരമാണ്? 1000 ഗ്രാം ആണല്ലോ 1 കിലോഗ്രാം മക്കളെ. അങ്ങനെയെങ്കിൽ 12,000 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 കിലോഗ്രാം ആയിരിക്കും. താഴെ കൊടുത്തിരിക്കുന്ന അളവുകളുടെ ഭാരം എഴുതി പട്ടിക പൂർത്തിയാക്കൂ. ത്രാസിൽ കാണുന്നത് കൊടുത്തിട്ടുണ്ട്, അത് ഭാരം എത്രയാണെന്ന് മക്കൾ എഴുതണം. 1 10 000. അപ്പോൾ എത്രയാണ്? 10,000 ആണല്ലേ. അപ്പോൾ എത്രയാ? 10 കിലോഗ്രാം. ഇനി 13.070 ആണ്. അപ്പോൾ 13 കിലോഗ്രാം ആണല്ലോ. ബാക്കി 70 ആണുള്ളത്. 70 1000 ഗ്രാം ആവുമ്പോഴാണ് 1 കിലോഗ്രാം ആവുന്നത്. അപ്പോൾ 70 ഗ്രാം ആണ്. ഇനി 7.250. അപ്പോൾ എത്രയാണ്? 7 കിലോഗ്രാമും 250 ഗ്രാമും. ഇനി 500 ആണുള്ളത്. അപ്പോൾ 1000 ആയാലാണ് 1 കിലോഗ്രാം. അപ്പോൾ 500 ആണെങ്കിൽ 1/2 കിലോഗ്രാം. ഇനി 1.005 ആണല്ലേ. അപ്പോൾ 1005 എന്ന് നമുക്ക് വായിക്കാം. അപ്പോൾ 1000 എന്നാൽ 1 കിലോഗ്രാം, പിന്നെയോ 5 ഗ്രാം. പിന്നെ 9.900 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ 9,900 എന്ന് വായിക്കാം. അപ്പോൾ 9,000 ആണ് 9 കിലോഗ്രാം. ബാക്കി 900 1000 ആത്തതുകൊണ്ട് തന്നെ 900 ഗ്രാം ആണ്. അടുത്തത് 1 കിൻഡലുണ്ടോ? 1 കിൻഡലിന് 50 രൂപയാണേ കൂലി. അല്ലേ, വിളിച്ചു പറയാണ് 1 കിൻഡലിന് 50 രൂപയാണ് കൂലിയെന്ന്. മിലനും അച്ഛനും വാങ്ങിയ പച്ചക്കറികൾ ഓട്ടോയിൽ കയറ്റി. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്? വെണ്ട 10 കിലോഗ്രാം, മത്തൻ 25 കിലോഗ്രാം, ഉരുളക്കിഴങ്ങ് 50 കിലോഗ്രാം, തക്കാളി 15 കിലോഗ്രാം, പച്ചമുളക് 2500 ഗ്രാം, മാങ്ങ 5 കിലോഗ്രാം, ക്യാരറ്റ് 10 കിലോഗ്രാം, ഉള്ളി 30 കിലോഗ്രാം, ഇഞ്ചി 3500 ഗ്രാം. അങ്ങനെയെങ്കിൽ സാധനങ്ങളുടെ ആകെ തൂക്കം 1 കിൻഡലിൽ കൂടുതലോ കുറവോ? അതിന് നമുക്ക് 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ എത്രയാ എന്ന് ഓർമ്മ വേണം. എത്രയാ? 100 കിലോഗ്രാം ആണ് 1 കിൻഡൽ. അപ്പോൾ 1 കിൻഡൽ ഉണ്ടോ എന്നൊന്ന് കൂട്ടി നോക്കാം. കൂട്ടുമ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഇതിൽ ഗ്രാമിൽ തന്നതും കിലോഗ്രാമിൽ തന്നതും ഉണ്ട്. അപ്പോൾ ഗ്രാമിൽ തന്നതിന് നമ്മൾ കിലോഗ്രാമിലേക്ക് ആക്കിയിട്ട് വേണം കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 കൂട്ടണം, 25 കൂട്ടണം, 50 കൂട്ടണം, 15 കൂട്ടണം. പിന്നെ 2500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 2 കിലോഗ്രാമും 500 ഗ്രാമും ആണല്ലേ. അപ്പോൾ 500 നമ്മൾ അവിടെ മാറ്റി വെച്ച് 2 കിലോഗ്രാം കൂട്ടി, പിന്നെ 5 കൂട്ടി, 10 കൂട്ടി, 30 കൂട്ടി അല്ലേ. ഇനി 3500 എന്ന് പറയുന്നത് 3 കിലോയും 500 ഗ്രാമും ആണ്. അപ്പോൾ 3 കിലോയും നേരത്തെ 2500-ലെ 2 കിലോയും കൂടെ കൂട്ടിയാൽ 5, 500 കൂട്ടിയാൽ എത്രയായി? 1000 ആയി. 1000 എന്ന് പറയുന്നത് 1 കിലോഗ്രാം ആണ്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? മൊത്തം 151 കിലോഗ്രാം ആണ് ഉള്ളത്. അപ്പോൾ 1 കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. അപ്പോൾ 1 കിൻഡലിൽ കൂടുതലോ കുറവോ ആണോ നമുക്ക് കിട്ടിയത്? ഏതാ? കൂടുതലാണല്ലേ. 151 കിലോഗ്രാം ഉണ്ട്. അപ്പോൾ എത്ര കൂടുതൽ അല്ലെങ്കിൽ എത്ര കുറവ് എന്ന് നമ്മൾ എഴുതണം. അതിനെന്ത് ചെയ്യാം? 150-ൽ 1-ൽ നിന്ന് 100 കുറച്ചാൽ പോരെ? എത്രയാ ബാക്കി? 51 കിലോഗ്രാം കൂടുതലാണ്. അടുത്തത് എത്ര പാക്കറ്റുകൾ? 1 കിലോ പാക്കറ്റ് കുറവായതിനാൽ 1/4 കിലോയുടെ 2 പാക്കറ്റും 1/2 കിലോയുടെ 3 പാക്കറ്റും കൂടി എടുത്താണ് കച്ചവടക്കാരൻ മല്ലി കൊടുത്തത്. ഇങ്ങനെ 10 കിലോഗ്രാം കൊടുത്തപ്പോൾ ആകെ എത്ര പാക്കറ്റായി? എങ്ങനെയാണ് കണക്കാക്കുക? 1/4 കിലോയുടെ 2 പാക്കറ്റ് ചേർന്നാൽ എത്ര ഗ്രാം ആവും? 1/4 കിലോ എന്ന് പറയുന്നത് 250 ഗ്രാം ആണ് അല്ലേ. അപ്പോൾ 1/2 കിലോ എന്ന് പറയുന്നത് എത്രയാ? 250 കൂട്ടണം 250, 500 ഗ്രാം ആണ്. 1/2 കിലോയുടെ 3 പാക്കറ്റ് ചേർന്നാലോ?
500 കൂട്ടണം 500 കൂട്ടണം 500 എത്രയാ? 1500. അതായത് 1 കിലോഗ്രാം 500 ഗ്രാമാണ്. അപ്പോൾ ആകെ എത്ര തൂക്കമായി? ഭാരം എത്ര ഉണ്ട്? 1.5 കിലോഗ്രാമും 1/2 കിലോഗ്രാമും അല്ലേ? എത്ര കിട്ടി? അതായത് 1 കിലോഗ്രാം 500 ഗ്രാമും വീണ്ടും ഒരു 500 ഗ്രാമും കൂടെ കൂട്ടുമ്പോൾ 2 കിലോഗ്രാമാണ് ആയിട്ടുള്ളത്. ഇങ്ങനെ 10 കിലോഗ്രാം ആകാൻ 1 കിലോഗ്രാമിൻ്റെ എത്ര പാക്കറ്റ് കൂടി വേണം? 10 കിലോ ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ 2 കിലോഗ്രാം ആയി അല്ലേ? ഇനി ബാക്കി 1 കിലോഗ്രാമിൻ്റെ 8 പാക്കറ്റുകളും കൂടെ വേണം. എല്ലാം 1/2 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിൽ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? 10 കിലോ എന്ന് പറയുന്നത് 10,000 ഗ്രാമാണ്. 1000 ഗ്രാമാണ് 1 കിലോഗ്രാം. അപ്പോൾ 10,000 ഗ്രാമാണ് 10 കിലോഗ്രാം. 1/2 കിലോ എന്ന് പറയുന്നത് 500 ഗ്രാമാണ്. അങ്ങനെയെങ്കിൽ ബാക്കി അല്ലേ 1/2 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിൽ എത്ര പാക്കറ്റ് ഉണ്ടാകും? 10 കിലോ ആണെങ്കിൽ 20 പാക്കറ്റ് ഉണ്ടാകും അല്ലേ? 20 500 10 കിലോ. ഇനി എല്ലാം 1/4 കിലോ പാക്കറ്റ് ആയിരുന്നെങ്കിലോ? 1/4 കിലോ എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. അപ്പോൾ 500 ആയപ്പം 20 ഇപ്പോൾ 10,000-നെ 250 കൊണ്ടായിരിക്കുമ്പോൾ 40 കിട്ടുന്നത്. അപ്പോൾ 40 പാക്കറ്റുകളും കൂടെ വേണം. അടുത്തത് നെയ്യ് എത്ര? നെയ്യ് വാങ്ങിയപ്പോൾ കച്ചവടക്കാരൻ കൊടുത്തത് 250 മില്ലി ലിറ്ററിൻ്റെ 2 കുപ്പിയും 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പിയുമാണ്. അപ്പോൾ എത്ര നെയ്യ് വാങ്ങി? 250ൻ്റെ 2 മില്ലി ലിറ്റർ ആണെങ്കിൽ എത്രയായി? 500 മില്ലി ലിറ്ററായി. പിന്നെ 500 മില്ലി ലിറ്ററിൻ്റെ 1 കുപ്പി, ഒരു 500 കൂടെ വാങ്ങി. അപ്പോൾ 500 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. എല്ലാം 100 മില്ലിയുടെ കുപ്പിയായിരുന്നെങ്കിൽ എത്ര കുപ്പി നെയ്യുണ്ടാവും അല്ലേ? 1000 100ൻ്റെതാണെങ്കിൽ എത്രയാ? 10 100 1000 10 കുപ്പി ഉണ്ടാവും. ഇനി എല്ലാം 250 മില്ലിയുടെ കുപ്പിയായിരുന്നെങ്കിലോ? 1000-നെ 250 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാ? എത്ര 250 1000? 4 അല്ലേ? 4 കുപ്പി ഉണ്ടാവും. അടുത്തത് വീട്ടിലേക്ക്. ടിപ്പർ ഓട്ടോയിൽ 635 കിലോ പലചരക്ക് സാധനങ്ങളും 375 കിലോ പച്ചക്കറികളും കയറ്റിയ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? അപ്പോൾ 635 കൂട്ടണം 375 എത്രയാ? 1010 കിലോഗ്രാമാണ്. അപ്പോൾ 1000 കിലോഗ്രാം എന്ന് പറയുന്നത് ഒരു ടണ്ണാണ് അല്ലേ? അപ്പോൾ ഒരു ടൺ 10 കിലോഗ്രാം. ഇനി വാട്ടർ ടാങ്ക്. 1000 ലിറ്ററിൻ്റെയും 500 ലിറ്ററിൻ്റെയും ഓരോ ടാങ്കും 200 ലിറ്ററിൻ്റെ 2 ടാങ്കും ഉണ്ട്. എല്ലാ ടാങ്കിലും വെള്ളം നിറയ്ക്കണം. ആകെ എത്ര ലിറ്റർ വെള്ളം നിറയ്ക്കാം? ടാങ്ക് 1-ൽ 1000 ലിറ്റർ, ടാങ്ക് 2-ൽ 500 ലിറ്റർ, ടാങ്ക് 3-ൽ 200 ലിറ്റർ, ടാങ്ക് 4-ലും 200 ലിറ്റർ. അങ്ങനെയെങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 1900 ലിറ്റർ വെള്ളം കൊള്ളും. ഇനി നമുക്ക് അടുത്ത ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത്, ജോണി മരച്ചീനി കർഷകനാണ്. വിളവെടുത്തപ്പോൾ 2 കിൻഡൽ 65 കിലോഗ്രാം മരച്ചീനി കിട്ടി. 1 കിലോയ്ക്ക് 20 രൂപ വെച്ച് വിറ്റു. ആകെ എത്ര രൂപയാണ് ജോണിക്ക് കിട്ടിയത്? 2 കിൻഡൽ 65 കിലോഗ്രാം മരച്ചീനിയാണ് കിട്ടിയത്. അപ്പോൾ 1 കിൻഡൽ എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാമാണ്. കിലോഗ്രാമിന് ഞാൻ kg എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ 2 കിൻഡൽ 65 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1 കിൻഡൽ 100 ആണെങ്കിൽ 2 കിൻഡൽ 200. അപ്പോൾ 200 കൂട്ടണം 65 265 കിലോഗ്രാം. അപ്പോൾ 1 കിലോഗ്രാം 20 രൂപ വെച്ചാണ് വിറ്റത്. അങ്ങനെയെങ്കിൽ 275-നെ 20 കൊണ്ട് ഗുണിച്ചാൽ 5500 രൂപയാണ് കിട്ടുക. രണ്ടാമത്തെ ചോദ്യം, ഒരു ചാക്കിൽ 50 കിലോഗ്രാം അരിയുണ്ട്. മില്ലിൽ നിന്നും 60 ചാക്ക് അരി ലോറിയിൽ കയറ്റി. ലോറിയിൽ കയറ്റിയത് എത്ര ടൺ അരിയാണ്? അപ്പോൾ ഒരു ചാക്കിലുള്ളത് 50 കിലോയും 60 ചാക്ക് അരിയുമാണുള്ളത്. അപ്പോൾ എത്ര കിലോ എന്ന് കാണാൻ 60 ഗുണിക്കണം 50 നോക്കാം. അപ്പോൾ 3000 കിലോഗ്രാം ആണ് കിട്ടുന്നത്. 1000 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 1
ടണ്ണാണ്. അങ്ങനെയെങ്കിൽ 3000 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 3 ടണ്ണാണ്. മൂന്നാമത്തെ ചോദ്യം, 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്ക് നിറയാൻ 765 ലിറ്റർ വെള്ളം കൂടി വേണം. അങ്ങനെയെങ്കിൽ ടാങ്കിൽ ഇപ്പോഴുള്ള വെള്ളത്തിൻ്റെ അളവെത്ര? അപ്പോൾ 2000-ൽ നിന്ന് 765 കുറച്ചാൽ മതി. അപ്പോൾ എത്രയാണ്? 1235 ലിറ്റർ വെള്ളമാണ് ടാങ്കിലുള്ളത്. ഇനി 765 ലിറ്ററും കൂടെ നിറയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ 2000 ലിറ്റർ ആവുള്ളൂ. നാലാമത്തെ ചോദ്യം, മാവേലി സ്റ്റോറിൽ നിന്നും ബിനു വാങ്ങിയ സാധനങ്ങളാണ് പട്ടികയിൽ. അവ ഒരു തുണിസഞ്ചിയിലാക്കി. സഞ്ചിയിലെ സാധനങ്ങളുടെ ആകെ ഭാരം എത്രയാണ്? എത്ര കിലോഗ്രാം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മട്ടയരി 2 കിലോഗ്രാം, പഞ്ചസാര 1500 ഗ്രാമാണ് വാങ്ങിയിട്ടുള്ളത്. 1500 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്രയാ? 1000 എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം ആണ്. അപ്പോൾ 1 കിലോഗ്രാമും 500 ഗ്രാമും. മുളക് പൊടി 250 ഗ്രാം, മല്ലിപ്പൊടി 250 ഗ്രാം, പരിപ്പ് 500 ഗ്രാം, ചെറുപയർ 500 ഗ്രാം, വൻപയർ 500 ഗ്രാം, കടല 500 ഗ്രാം, ആട്ട 2 കിലോഗ്രാം. അപ്പം നമുക്കെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഞാനിവിടെ തന്നിട്ടുള്ള ഭാരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കിലോകളൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ 1500 ഗ്രാം എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? 1 കിലോഗ്രാം 500 ഗ്രാമാണ് 1500 കിലോഗ്രാം എന്ന് പറയും, അല്ല 1500 ഗ്രാം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കൂട്ടാൻ എളുപ്പമല്ലേ? ഇപ്പോൾ 2 കിലോഗ്രാം അതിനോട് 1 കിലോഗ്രാം കൂട്ടിയാൽ എത്രയായി? 3 കിലോഗ്രാം. പിന്നെ 3,500 ഇവിടെ എത്തിയപ്പോൾ 3 കിലോഗ്രാം 500 ഗ്രാമായി. 3 കിലോഗ്രാം 500 ഗ്രാമായി ഇവിടെ എത്തിയപ്പോൾ കേട്ടോ. 2ഉം 1,500 കൂട്ടിയപ്പോൾ 3,500ആയി. 3,500നോട് 250 കൂട്ടിയപ്പോൾ എത്രയായി? 3,750ആയി. പിന്നെ ഒരു 250 കൂടെ കൂട്ടിയപ്പോൾ 4 ആയില്ലേ? 4 കിലോ ആയി, 4000 ഗ്രാം. ഇനി 500 ഗ്രാമും കൂടെ കൂട്ടിയപ്പം 4500 ഗ്രാമായി. വീണ്ടും 500 ഗ്രാം കൂട്ടുമ്പോൾ 5000 ഗ്രാം. വീണ്ടും 500 കൂട്ടുമ്പോൾ 5500 ഗ്രാം. വീണ്ടും ഒരു 500 ആണ്. അപ്പോൾ എത്രയായി? 6000 ഗ്രാം. പിന്നെ 2 kg ആണ് അല്ലേ? 2 കിലോഗ്രാം ആണ്. 2 കിലോഗ്രാം ആണ്. അപ്പോൾ 6ഉം 2ഉം 8. അപ്പം 8000 ഗ്രാം. 8000 ഗ്രാം എന്ന് പറഞ്ഞാൽ 8 കിലോഗ്രാം. അപ്പോൾ എത്ര ഭാരമാണുള്ളത്? 8 കിലോഗ്രാം. ഇനി അഞ്ചാമത്തെ ചോദ്യം, എണ്ണ കച്ചവടക്കാരൻ 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയിലും 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയിലും എണ്ണ നിറച്ചപ്പോൾ പാത്രത്തിൽ 1 ലിറ്റർ 300 മില്ലി ലിറ്റർ എണ്ണ ബാക്കി വന്നു. അപ്പോൾ ആദ്യം എത്ര എണ്ണ ഉണ്ടായിരുന്നു? മനസ്സിലാവാൻ ഞാനിവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. 500 മില്ലി ലിറ്ററിൻ്റെ 5 കുപ്പിയിലാണ് നിറച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയാ? 2 ലിറ്റർ 500 ml, അതായത് 500 × 5 അല്ലെങ്കിൽ 5 പ്രാവശ്യം 500 കൂട്ടിയാൽ എത്രയാ? 4 പ്രാവശ്യം 500 കൂട്ടിയാൽ 2 ലിറ്റർ അല്ലേ? 2000 ആയി. 2000 എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ. പിന്നെ ഒരു 500ഉം കൂടെ. അപ്പോൾ 2 ലിറ്ററും 500 ml ആണ് 500ൻ്റെ കുപ്പിയിൽ നിറച്ചിട്ടുള്ളത്. 5 കുപ്പികളിലായി നിറച്ചിട്ടുള്ളത്. ഇനി 200 മില്ലി ലിറ്ററിൻ്റെ 6 കുപ്പിയാണ്. അപ്പോൾ 200 5 എണ്ണ എത്രയായി? 1000 ആയി. 1000 എന്ന് പറയുന്നത് 1 ലിറ്ററാണ്. ബാക്കി ഒരു 200 ഉണ്ട് അല്ലേ? അപ്പോൾ ആ 200 ml അല്ലേ? 1 ലിറ്റർ 200 ml. അപ്പോൾ ആകെ നിറച്ചത് 500ൻ്റെയും 200ൻ്റെയും കുപ്പികളിൽ ആകെ നിറച്ചത് എത്രയാ? 2 ലിറ്ററും 1 ലിറ്ററും കൂട്ടിയാൽ 3 ലിറ്റർ. അതുപോലെ 500ഉം 200ഉം കൂട്ടിയാൽ 700 ml. ഇപ്പോൾ 3 ലിറ്റർ 700 ml ആണ് കുപ്പികളിലായിട്ട് നിറച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്നത് എത്രയാ? 1 ലിറ്ററും 300 ml ആണ്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് കൂട്ടിയാൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കിട്ടുമല്ലോ. ആദ്യമുള്ളതിൽ നിന്ന് 3 ലിറ്ററും 700 ml ആണ് കുപ്പികളിലേക്ക് ഒഴിച്ചത്. ബാക്കി 1 ലിറ്റർ 300 ml ആ പാത്രത്തിൽ തന്നെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ ആദ്യം എത്ര ഉണ്ടായിരുന്നു? ലിറ്ററുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 3ഉം 1ഉം 4 ലിറ്ററാണ്. കൂട്ടണം 700ഉം 300ഉം 1000 ml ആണ്.
1000 ml എന്ന് പറഞ്ഞാൽ എത്രയാ? 1 ലിറ്റർ ആണ് അല്ലേ? അപ്പോൾ 4 ലിറ്ററിനോട് 1 ലിറ്ററും കൂടെ ആഡ് ചെയ്യുമ്പോൾ 5 ലിറ്റർ. അപ്പോൾ ആദ്യം പാത്രത്തിൽ എത്ര ഉണ്ടായിരുന്നു? 5 ലിറ്റർ. അതിൽ നിന്നും 3 ലിറ്റർ 700 ml പാത്രത്തിലേക്ക് ഒഴിച്ചു. ബാക്കി 1 ലിറ്റർ 300 ml ബാക്കിയാവുകയും ചെയ്ത്. മനസ്സിലായ മക്കളെ? ഇനി 6ാമത്തെ ചോദ്യം, പട്ടിക പൂരിപ്പിക്കുക. ഗ്രാം, കിലോഗ്രാം, കിലോഗ്രാമിലും ഗ്രാമിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാമായിട്ട് എഴുതുമ്പോൾ 2500 തന്നിട്ടുള്ളത്. അപ്പോൾ അത് കിലോഗ്രാമിലേക്ക് എഴുതുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? 2.5 അല്ലേ? 2.5 കിലോഗ്രാം ആണ്. ഇനി കിലോഗ്രാമിലും ഗ്രാമിലും കൂടെ പറയുമ്പോഴോ 2 കിലോഗ്രാം 500 ഗ്രാം. ഇനി 3250 എന്ന് തന്നിട്ടുണ്ട്. കിലോഗ്രാമിൽ 3.25 എന്ന് പറയും. 3.25 കിലോഗ്രാം ആണ്. കിലോഗ്രാമിലും ഗ്രാമിലും കൂടെ പറയുമ്പോൾ 3 കിലോഗ്രാം 250 ഗ്രാം. ഇനി 1.25 എന്ന് തന്നിട്ടുണ്ട് അല്ലേ കിലോഗ്രാമിൽ. അപ്പോൾ ഗ്രാമിലേക്ക് എഴുതുമ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ എത്രയാ? 750 ആണ്. 250 കാല്, 500 അര, 750 3/4. അപ്പോൾ 1750. ഇപ്പോൾ കിലോഗ്രാമിലും ഗ്രാമിലും ആവുമ്പോൾ 1 കിലോഗ്രാം 750 ഗ്രാം. ഇനി കിലോഗ്രാമിലും ഗ്രാമിലുമാണ് തന്നിട്ടുള്ളത്. 4 കിലോഗ്രാം 250 ഗ്രാം. അപ്പോൾ ഗ്രാമിൽ എഴുതുമ്പം 4250 ഗ്രാം. കിലോഗ്രാമിൽ എഴുതുമ്പോൾ 4.25 അല്ലേ? ഓക്കെ. ഇനി 7ാമത്തെ ചോദ്യം, പാൽ സൊസൈറ്റിയിൽ തിങ്കളാഴ്ച കിട്ടിയ പാൽ 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. 85 ലിറ്റർ 250 മില്ലി ലിറ്റർ പാല് സൊസൈറ്റിയിൽ തന്നെ വിറ്റുപോയി. ബാക്കിയുള്ള പാൽ മിൽമയ്ക്ക് കൊടുത്തു. അപ്പോൾ എത്ര പാലാണ് മിൽമയ്ക്ക് കൊടുത്തത്? അപ്പോൾ എഴുതി കാണിക്കാം. തിങ്കളാഴ്ച കിട്ടിയ പാല് 550 ലിറ്റർ 750 മില്ലി ലിറ്റർ ആണ്. ലിറ്റർ മില്ലി ലിറ്റർ ആണ് കേട്ടോ. ml എന്ന് എഴുതിയിട്ടുള്ളത്. പിന്നെ വിറ്റത് എത്രയാ? സൊസൈറ്റിയിൽ തന്നെ വിറ്റ് പോയത് 85 ലിറ്ററും 250 മില്ലി ലിറ്ററുമാണ്. അങ്ങനെയെങ്കിൽ മിൽമേൽ എത്രയാ? ബാക്കി പാലാണ് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്ക് സിമ്പിളല്ലേ, ആകെയുള്ള പാലിൽ നിന്ന് വിറ്റ പാൽ അങ്ങ് കുറച്ചാൽ മതി അല്ലേ? അപ്പോൾ ആകെയുള്ള പാല് 550 ലിറ്റർ 750 മില്ലി ലിറ്റർ. അതിൽ നിന്നും 85 ലിറ്റർ 250 മില്ലി ലിറ്റർ കുറയ്ക്കണം. 750 നിന്ന് 250 കുറച്ചാൽ എത്രയാ? 500 മില്ലി ലിറ്റർ ആണ്. ഇനി ഈ 0 നിന്ന് 5 കുറയ്ക്കാൻ പറ്റൂല. അപ്പോൾ 10 നിന്ന് 5 കുറയ്ക്കുമ്പോൾ 5. അപ്പോൾ ഇവിടെ 4 ആയി. ഇവിടുന്ന് 1 ഇങ്ങോട്ട് എടുത്താൽ 14. 14 നിന്ന് 8 കുറയ്ക്കുമ്പോൾ 6. പിന്നെ 4 നിന്ന് ഒന്നും കുറയ്ക്കാനില്ല. അപ്പോൾ 4 ഇറക്കി കിട്ടും. അപ്പോൾ 550 നിന്ന് 85 കുറച്ചാൽ 465 ലിറ്റർ. അപ്പോൾ മിൽമയിലേക്ക് കൊടുത്തത് എത്രയാ? 465 ലിറ്റർ 500 മില്ലി ലിറ്റർ. ഓക്കെ. ഇനി നമുക്ക് അവസാനത്തെ ചോദ്യം നോക്കാം. സ്കൂളിൽ ഓണസദ്യയുടെ ഒരുക്കങ്ങൾ നടക്കുകയാണ്. 100 മില്ലി ലിറ്റർ കൊള്ളുന്ന ഗ്ലാസ്സിലാണ് പായസം നൽകുന്നത്. 1000 ആളുകൾക്ക് കൊടുക്കാൻ എത്ര ലിറ്റർ പായസം വേണം? അതാണ് 1ാമത്തെ ചോദ്യം. അപ്പം നമുക്ക് 8ലെ 1ാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. എഴുതിയിട്ടുണ്ട്, ഒരു ഗ്ലാസ്സിൽ 100 മില്ലി ലിറ്ററാണ് പായസം ഉള്ളത്. ആളുകൾ 1000 ആണ്. അപ്പോൾ ആകെ എത്ര പായസം വേണം? 100 ഗുണിക്കണം 1000, അതായത് 1,00,000 മില്ലി ലിറ്റർ. 1, 10, 100, 1000, 10,000, ലക്ഷം. 1,00,000 മില്ലി ലിറ്റർ പായസം വേണം. അപ്പോൾ 1,00,000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്ററിലേക്ക് എങ്ങനെ മാറ്റാം? 1000 മില്ലി ലിറ്റർ ആണ് 1 ലിറ്റർ. അപ്പോൾ 1,00,000നെ നമുക്ക് 1000 കൊണ്ട് ഹരിക്കാം. 1000ലെ 3 പൂജ്യവും ലക്ഷത്തിലെ 3 പൂജ്യവും വെട്ടിക്കൊടുത്തു. അപ്പോൾ ബാക്കി എത്രയാ? 100 ലിറ്റർ ആണ് കേട്ടോ. 1000 ആളുകൾക്ക് 100 മില്ലി വെച്ച് കൊടുക്കണമെങ്കിൽ 100 ലിറ്റർ പായസം വേണം. അതിൽ തന്നെ 2ാമത്തെ ചോദ്യം, 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാമെന്നാണ് കണക്കാക്കുന്നത്. 100 കിലോ അരി കൊണ്ട് ചോറ് വെച്ചാൽ എത്ര പേർക്ക് കഴിക്കാം? 1 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാൽ 8 പേർക്ക് കഴിക്കാം. അങ്ങനെയെങ്കിൽ 100 കിലോഗ്രാം അരി കൊണ്ട് ചോറ് വെച്ചാലോ? 1 ഗുണിക്കണം 8 ആണ് 8. അപ്പം 100 കിലോഗ്രാം ആയതുകൊണ്ട് തന്നെ 100 ഗുണിക്കണം 8, 800 പേർക്ക് ചോറ് കഴിക്കാം.
അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠത്തിലുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.